എടാ കാല, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, കിടന്ന് നില വിളിക്കണ്ട. വെളുപ്പാൻ കാലത്ത് അവന്റെ ഒരു വട്ട്. അതെങ്ങനാ? വേണ്ടാത്ത പുസ്തകമൊക്കെ അല്ലേ വായിക്കണേ? സുരേന്ദ്രന്റെ കാമുകയായിരുന്നു സുമതി. സുരേന്ദ്രനിൽ നിന്നും സുമതി ഗർഭിണിയായതോടെ അവളെ എങ്ങനെയും ഒഴിവാക്കാൻ അവൻ നടത്തിയ ഹീന പ്രവൃത്തിയായിരുന്നു ഈ കൊലപാതകം. പതിവ് പോലെ ഒരു ദിവസം സുമതിയും സൈക്കിളിന്റെ മുന്നിലിരുത്തി കുളത്തിനരികിലൂടെ പോവുകയായിരുന്നു സുരേന്ദ്രൻ. സൈക്കിളിൽ നിന്നിറങ്ങി തന്ത്രപൂർവ്വം സുമതിയെ കുളത്തിൽ മുക്കിക്കൊല്ലുകയായിരുന്നു. കാലത്ത് ആ വഴി പോകാൻ എല്ലാവർക്കും പേടിയായിരുന്നു. പക്ഷേ ഇപ്പം ആ വഴിക്ക് പോകാൻ ഒരു കുഞ്ഞിന് പോലും പേടിയില്ല. എടാ, രാത്രി കാലങ്ങളിൽ ചെറുപ്പക്കാരുടെ സൈക്കിളിൻ്റെ പുറകിലും ബൈക്കിലുമാണ് അവളുടെ യാത്ര. കയറിയിരിക്കുന്ന കാണാം, തിരിഞ്ഞു നോക്കുമ്പോൾ ആളെ കാണില്ല. അങ്ങനെ എല്ലാരും പറയുന്നേ. ഇന്നലെ വിഷ്ണു പേടിച്ചിറങ്ങുന്നവൻ അമ്മ ഹലോ വിഷ്ണു, എന്താണ് ഒരു മണികിലിക്കം? ശരീരം മൊത്തം ഏലസ് കാണല്ല. എടാ വിഷ്ണു, എനിക്കൊരു ആഗ്രഹം, നീ സാധിച്ചു തരുമോ? നീ പറയണ ഇത് നിന്റെ ആരോട് ഞാൻ സാധിച്ചു തരാം. എടാ, നിന്റെ ആരെയുള്ള ഈ ഏലസ് ഒന്ന് കാണിച്ചു തരും. അടിപൊളി റിംഗ്ടോണല്ലടാ മരപ്പാഴ. എടാ വാട സമയം പോണം. എടാ കോപ്പേ, നിന്നെ പോലൊരു പേടിത്തൊന്നെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നിന്റെ പ്രശ്നം എന്താ? നീ പറ. നീ അത് പറ, കേക്കട്ടെ. എടാ പറയണം. പറയടാ, മറ്റൊന്നും പേടിയാണ് മാറ്റത്തില്ല. എടാ, ഒരു ദിവസം രാത്രി ഒരു 12-12 കാണും. ഞാൻ എൻ്റെ ഫോണും പിടിച്ചിങ്ങനെ നടക്കുകയായിരുന്നു. നടന്നാണ് ഞാൻ സുമതികുളത്തിൻ്റെ അടുത്ത്. നിങ്ങൾക്കറിയാല്ല സുമതികുളം അതിന് ചുറ്റിപ്പറ്റുള്ള കഥയും. എടാ നീ കേട്ടിട്ടുള്ളൂ. എടാ ഞാൻ കണ്ടടാ. ഞാനൊരു കല്ല് വെറുതെ അങ്ങോട്ട് എറിഞ്ഞതാണ്. ഞാൻ നോക്കുമ്പോൾ നിൽക്കുന്ന സുമതി. എനിക്കാണെങ്കിൽ സർവ്വ ജോയിന്റ് ലൂസായി പോകുന്നത് തോന്നുന്നു. പേടിച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാൻ വേണം. ഞാൻ സർവ്വശക്തി വെച്ചൊരു ഓട്ടം വെച്ച് കൊടുത്തങ്ങോട്ട്. എടാ അതിനുശേഷം എനിക്ക് ഭയങ്കര പേടിയാടാ. അങ്ങനെയാണ് ഈ ഏലസിൽ എൻ്റെ കയ്യെ കയറിയത്. ഒന്ന് പോടാ കോപ്പ, ഈ 21-ാം നൂറ്റാണ്ടിലാണ് അവന്റെ അമ്മ. നീയൊക്കെ കേട്ടിട്ടല്ലേ ഉള്ളു, നിനക്ക് പണി വരുമ്പോ അറിയാം കേട്ടോ. അല്ലേലും നീ ഹൊറർ നോവലല്ലേ വായിച്ചു? ഓരോരുത്തരും പണി കിട്ടുമ്പോ അറിയാം വട്ടാണോ അല്ലയോ എന്ന്. എടാ പ്രതീക്ഷ പാടാ, നമുക്ക് പോവാം. അങ്ങനെയാണല്ലേ? എനിക്ക് പേടിയൊന്നുമില്ല, ഞാൻ പൊക്കോളാം. മോനെ ഒന്ന് നിർത്തുവോ? എന്താ ചേച്ചി? ഭയങ്കര ക്ഷീണം മോനെ, ഇന്ന് അങ്ങോട്ട് വിടുവോ? അവിടെ ചേച്ചിക്ക് അവിടെ പോകണ്ടേ? എനിക്ക് ആ അമ്പലത്തിന്റെ അവിടം വരെ ഒന്ന് പോയാൽ മതി. അതിനെന്നാ ചേച്ചി കയറിക്കോ. ആ ശരി മോനെ. ചേച്ചി പിടിച്ചിരുന്നോണേ. ആ
കൃഷ്ണത് എവിടെ നിന്ന് വന്നു? എന്താ ചെലമ്പല്ലേ ഇത്? ഇതെന്താ ഇവിടെ? ഇവരിതോടെ പോയി. എടാ ഇതിങ്ങോട്ടാ ശരിയാവില്ല. അവൻ്റെ ഒരു പ്രേതവും ബോധക്കേടും നാണക്കേട്. കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് ഇന്നത്തോടുകൂടി അവൻ്റെ പേടി മാറ്റണം. എല്ലാം പറഞ്ഞ പോലെ തന്നെ അവനെ വിളിച്ചു. വിഷ്ണു, ഞാനാടാ പ്രജീഷാടാ. എന്താടാ ഹാപ്പി ബർത്ത്ഡേ. നീ ഇറങ്ങി ഇങ്ങോട്ട് വാ. വേണോടാ? അതല്ലേടാ ത്രില്ലി. നീ ഇറങ്ങി ഇങ്ങോട്ട് വാ. വാടാ ഇങ്ങോട്ട്. ഞാൻ വരാം. എടാ ഇവിടെ തന്നെ വേണോ? ഇത് ശരിയാവില്ല. പാടാ, സാരയില്ല, പെട്ടെന്ന് പോവാം നമുക്ക്. കേക്ക് കെട്ടിട്ട് ഉടനെ പോവാം. എനിക്ക് പേടിയാ. താങ്ക്സ്ടാ. കേക്ക് കെട്ടിട്ട് ഉടനെ പോണം. എനിക്ക് പേടിയാ. തീർന്നില്ല. വേഗം Happy birthday to you, dear Vishnu. Happy birthday to you. Oh, happy birthday. ഞാൻ പോവാട്ടോ. നമുക്ക് പോവാം. ആ മോനെ വിഷ്ണു, നിന്റെ പേടി മാറ്റാനായിട്ടാണ് ഫംഗ്ഷൻ ഇവിടെ തന്നെ വെച്ചത്. ഇതോടെ നിർത്തിക്കോണം നിന്റെ ഈ പേടി. അവൻ്റെ ഒരു സുമതിക്കുളം. ഞങ്ങൾക്കൊരു പേടിയില്ല. ഇന്ന് നമ്മളിവിടെ കുളിച്ചിട്ടേ പോകും. ഉമ്മരിയുടെ പണിയൊന്നല്ല. എനിക്കാരെയും പേടിയില്ല. സുമതി, സുമതി, സുമതി. എനിക്കിത് പണി തരാനല്ലേ. എനിക്കറിയാൻ പേടിയില്ല. ഞാൻ
വിചാരിച്ച് നീ പേടിച്ച് വലിപിടിച്ച് കിടപ്പായിരിക്കും. ഞാൻ കണ്ടായിരുന്നു. എടാ നീ ഏത് വഴിക്കാണ് ഓടിയത്? തൂറിയാണ്. നീ ഫോണിട്ടിട്ട് ഓടുമെന്ന് ഞാൻ വിചാരിച്ചൊന്നുമില്ല. താങ്ക്സ്. എടാ ഞങ്ങൾ ഓടിയതല്ലടാ നിന്റെ പേടി മാറ്റാൻ വേണ്ടിട്ട്. ഓ അപ്പൊ നിങ്ങൾ എന്റെ പണിഞ്ഞാണല്ലേ? സോറിടാ. ആ എന്തായാലും ഒരാണെങ്കിൽ നന്നായി. എന്റെ മുന്നേ പേടി മാറി കിട്ടി. ഇനി നിങ്ങൾ എന്നോർത്ത് പേടിക്കണ്ട. എടാ താമസി, ഞാൻ എന്നാ പോട്ടെ. ഓക്കെടാ. എടാ നിനക്ക് പേടി വരണ്ട, ഞാൻ നിന്നെ കൊള്ളണം. ഒന്ന് പോടാ, പേടി നിന്റെ തന്തയ്ക്ക്. ഒരു ചുമതിക്കുളം. ഞാൻ വേണം ഒറ്റയ്ക്ക് പോയി കുളിക്കും. ഏഴുമല്ല പൂഞ്ചോല ചുമതിക്കൊരു മണിമാല ചുമതി നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടടി ഒരു സുമതി. എവിടെ വരുന്നില്ലേ? ചുമതിക്കുളം. അങ്ങനെ അമ്മിണി തിയേറ്റേഴ്സ് നാടകം അങ്ങനെ നന്നായി അവസാനിച്ചു. നാടകത്തിൽ അഭിനയിച്ച എല്ലാ നടീനടന്മാർക്കും എൻ്റെ പ്രത്യേക അഭിനന്ദനങ്ങൾ. ഇത് സുമതിനെ ഡബിൾ റോൾ ചെയ്ത അമ്മിണിക്ക്. നിന്റെ എറി മോശമായിരുന്നു കേട്ടാ. ഇച്ചിരി ചാരായം പറ്റി ജീവിക്കാന്ന് വെച്ചാൽ ഈ ചെക്കന്മാരെ സമ്മതിക്കാല്. നമ്മുടെ മടയൊക്കെ വേണം അമ്മമാർക്ക് നീരാടാൻ. ആണെന്നേ, അല്ല പിന്നെ. ആ പേടിത്തൊണ്ട് വിഷ്ണുവിന് വരട്ടിയ എല്ലാം അവസാനിക്കുന്നാണ് ഞാൻ വിചാരിച്ചത്. ഇതേ അടുത്ത വരണം. ഇനി അവന്മാരുടെ ശല്യം നമുക്ക് ഒരിക്കലും ഉണ്ടായത്. ആണെന്നേ, അല്ല പിന്നെ. ആ പ്രജീഷിനായിരുന്നു ഏറ്റവും വലിയ നെഗളിപ്പ്. അതിപ്പം മാറിയല്ല, അത് മതി എനിക്ക്. എന്തായാലും അവൻ ഫ്ലാറ്റ് ആയല്ലോ. ക്ലീൻ ബൗൾഡ്. സുമതി മോളെ, സുരേന്ദ്രടി വാ.